ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടെയിൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മളുടെ ഗുമിഗോയും ആ ഒരു 8 ടെയിൽഡ് ഫോക്സ് ആയിട്ടുള്ള ഗുയിമും കൂടിയിട്ട് അവരുടെ ഫേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് 8 ടെയിൽഡ് ഫോക്സ് ആയിട്ടുള്ള ഗുയിമിനെ ഒരു 9 ടെയിൽഡ് ഫോക്സ് ആക്കുന്നതിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനിരിക്കുകയാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് കങ്ങും ഉൻഹോയും ഹോസ്പിറ്റലിൽ ആകുന്നത്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന നമ്മുടെ കങ്ങിനെ കാണാനായിട്ട് പേഗൺ എന്ന ആ ഒരു ഡയറ്റി ഇപ്പോൾ ഒരു ഡോക്ടറുടെ വേഷത്തിൽ വന്നിട്ട് ഇപ്പോൾ നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നും പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ലെന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. സോ ആക്ച്വലി ആ ഒരു ആക്സിഡന്റിൽ അവന് കുഴപ്പങ്ങളൊന്നും പറ്റാണ്ട് പ്രൊട്ടക്ട് ചെയ്തത് പേഗൺ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം അവനിപ്പോൾ ഉൻഹോനെ കാണാനായിട്ട് പോകുമ്പോഴാണ് അവള് അങ്ങനെ എന്തോ പറ്റിയെന്ന് വിചാരിച്ച് ആകെ കരഞ്ഞ് നിലവിളിച്ച് അവൻ അന്വേഷിക്കുന്നത് അവൻ കാണുന്നത്. അങ്ങനെ അവനെ കാണുന്ന ഉൻഹോ പെട്ടെന്ന് തന്നെ പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു വീട്ടിലേക്ക് പരസ്പരം നടന്നു പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ കങ്ങിനെ ഇടയ്ക്ക് കാണുമ്പോൾ ഉൻഹോയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ഫാസ്റ്റ് ആവുന്നതും ഇപ്പൊ തന്നെ ഒരു സൈക്കിൾ അവളെ ഹിറ്റ് ചെയ്യാൻ വരുമ്പോൾ കങ്ങ് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഇതുവരെ തോന്നാത്ത കുറച്ച് ഫീലിങ്സ് ഒക്കെ അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തനിപ്പോ ഒരു മനുഷ്യനാവുന്ന കാരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള ഫീലിങ്സ് തന്നിൽ വന്നു എന്ന് മനസ്സിലാക്കുന്ന അവള് കങ്ങിന്റെ ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ അഴുക്കായത് കാരണം കൊണ്ട് അവരിപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫോക്സ് ആകട്ടെ അവൾ സാധാരണ ചെയ്യാറുള്ള പോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് തന്നെ നടത്തി. അതും ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും പാവം നമ്മുടെ കങ്ങിന്റെ കയ്യിലാണെങ്കിൽ ഇതിന് വേണ്ട പൈസയൊന്നും അവന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഉൻഹു ആകട്ടെ ആ ഒരു ഡ്രസ്സുകളുടെ ഒക്കെ ടാഗ് പൊട്ടിക്കുന്ന കാരണം കൊണ്ട് പാവം നമ്മുടെ കങ്ങാകട്ടെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കമ്പൽഡ് ആവുകയായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ വൂസിയോക്കിനെയാണ് കാണിക്കുന്നത്. അവനാകട്ടെ അവനെ കാണാൻ വന്നിരിക്കുന്ന ഫാൻസിന് ഓട്ടോഗ്രാഫുകളൊക്കെ കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ മോക്കൊക്കെ മറിച്ച ഒരാൾ അവിടേക്ക് വന്നിട്ട് അവനൊരു ബുക്കിൽ നമ്മുടെ 9 ടെയിൽഡ് ഫോക്സിന്റെ ആ ഒരു വിഷ് കാർഡ് കൊടുക്കുന്നത്. അതാരാണെന്ന് നോക്കുമ്പോൾ ആ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ലിയോൺ ആണെന്ന് കാണുന്ന അവൻ ഇവരുടെ ഫേറ്റുകളൊക്കെ മാറുന്നേക്കാളും മുമ്പ് കള്ളും കുടിച്ച് വന്നിട്ട് തന്നെ ആ ഒരു ആക്സിഡന്റ് വരുത്തി തന്റെ ജീവിതം തന്നെ നശിപ്പിച്ച ആ ഒരു ബിസിനസ്സുകാരനാണ് ഇവനെന്ന് മനസ്സിലാക്കി ദേഷ്യം വരുന്ന പൂസിയോക്കാക്കട്ടെ അവിടെ ചെറിയൊരു സീൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുന്ന് കട്ടിയത് വീണ്ടും നമ്മുടെ കങ്ങിനെയും ഉൻഹോനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം തന്റെ ക്യാരക്ടർ വെച്ച് തന്നങ്ങനെ ഓവറായിട്ട് പൈസ ഒന്നും ചെലവാക്കാത്ത ഒരു ടൈപ്പാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് തന്റെ കയ്യിൽ സേവിങ്സ് ഒന്നും ഇല്ലാത്തതെന്ന് ആലോചിച്ച് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പ്ലാൻ അനുസരിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഉൻഹോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോക്സ് ബീഡിലേക്ക് പവർ കയറുകയും അതുകൊണ്ട് 8 ടെയിൽഡ് ഫോക്സ് ഇപ്പൊ 9 ടെയിൽഡ് ഫോക്സ് ആവുകയും അവൾക്കും ഉൻഹോയ്ക്കും പരസ്പരം അവരുടെ ഫീറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പഴയ രീതിയിലേക്ക് ആക്കാനും പറ്റുമായിരിക്കല്ലോ. സോ ഇന്ന് അവർ ഒരുപാട് കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാരണം കൊണ്ട് തന്നെ ഫോക്സ് ബീറ്റിലെ എനർജി കൂടിയിട്ടുണ്ടാവുമെന്ന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് പെട്ടെന്ന് 8 ടെയിൽഡ് ഫോക്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ പറഞ്ഞൊക്കെ തെറ്റാണെന്നും ആ ഒരു ഫോക്സ് ബീറ്റിൽ ഒരു ഇത്തിരി പോലും എനർജി കയറിയിട്ടില്ലെന്നും നിന്റെ തിയറി തെറ്റാണെന്നും പറയുന്നുണ്ട്. സോ ഇത് കേട്ട് ആകെ കിളി പോയി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ് നമ്മളുടെ ഉൻഹോ. ഇതേ നേരം തന്നെ പബ്ലിക്കായിട്ട് ഒരു സീനൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ബൂസിയോക്കിന്റെ അച്ഛനിപ്പോൾ ലിയോണിനെയും വിളിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനോട് സോറി ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവന്റെ അച്ഛൻ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ലിയോൺ ആകട്ടെ ആ ഒരു ഫോക്സും കങ്ങും കൂടി ചേർത്ത് തങ്ങളന്ന് അറ്റാക്ക് ചെയ്തു എന്നും കങ്ങിനെ പറ്റി അവർ സെർച്ച് ചെയ്തപ്പോഴാണ് ബൂസിയോക്ക് എന്ന് അവന്റെ റിച്ച് ആയിട്ടുള്ള അറിഞ്ഞെന്നും നിനക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കാർഡ് കണ്ടിട്ട് നീ ഇത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 9 ടെയിൽഡ് ഫോക്സിനെ പറ്റിയിട്ട് നിനക്ക് നല്ല അറിവുണ്ടായിരിക്കുന്നു. എനിക്ക് അവളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നും ഇപ്പൊ ലിയോൺ ആകട്ടെ ബൂസിയോക്കിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് തലേദിവസം അവനിങ്ങനെ ഉൻഹോനെ കാണാനായിട്ട് ചെന്നതും അവള് അവന്റെ മെമ്മറി ഒക്കെ ഇറേസ് ചെയ്യുന്ന പോലെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഒക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്നത്. സോ പെട്ടെന്ന് അവൻ ഈ കാര്യങ്ങൾ ലിയോണിന്റെ അടുത്ത് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കുന്ന ലിയോണ് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അതിന് അടുത്ത ദിവസം ആകട്ടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്നും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കങ്ങപ്പോൾ ഉൻഹോനും കൂടിയിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്ത് അവിടെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അന്ന് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തുണികളൊക്കെ അലക്കിയിട്ടിട്ടും അതിനെ വിരിച്ചിട്ടിട്ടൊക്കെ നല്ല പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഉൻഹോ ആകട്ടെ കങ്ങിന്റെ അടുത്ത് അവന്റെ പഴയ റിലേഷൻഷിപ്സിനെ പറ്റി ചോദിക്കുകയും അവനാകട്ടെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ് എപ്പോഴും അതിന്റെ പുറകെ നടക്കുന്ന കാരണം കൊണ്ട് അവന്റെ എല്ലാ റിലേഷൻഷിപ്സും ഫെയിൽഡ് ആയി പോയും കാര്യം പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ താൻ ഇതുവരെ ഒരു മനുഷ്യനെയും ഡീറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെന്നും കാരണം അവളുടെ ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒരു ട്രോമയായിട്ട് അവളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവളിങ്ങനെ അവന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സമയം
അവൻ അവളെ ഉപദേശിക്കാൻ നോക്കുമ്പോൾ ദേഷ്യം വരുന്ന അവള് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പ്രേയിങ് പൈപ്പ് എടുത്തിട്ട് അവന്റെ മേത്തേക്ക് ഫുള്ള് വെള്ളാക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടി ക്വാളിറ്റി ആയിട്ട് കുറച്ച് ടൈം അങ്ങനെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഇപ്പൊ കങ്ങും ഊൺഹോയും കുറച്ചുകൂടി ക്ലോസ് ആയതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന കങ്ങിനെ കാണുമ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് ഒന്നും കൂടി സ്ട്രോങ് ആവുകയും അവളുടെ ഉള്ളില് കങ്ങിനോട് എന്തോ ഫീലിങ്സ് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഊൺഹോ അവന്റെ അടുത്ത് ഷർട്ട് ഇടാൻ പറയുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും ഒന്ന് സ്ലിപ്പായി വീഴുകയും കറക്റ്റ് സമയത്ത് നമ്മളുടെ കങ്ങിന്റെ ഫ്രണ്ട്സ് അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ കണ്ട നമ്മളുടെ കങ്ങിന്റെ ഫ്രണ്ട്സ് ആകട്ടെ മാക്സിമം അവരെ കളിയാക്കി നല്ല പോലെ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന കങ്ങ് ഇത് തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഊൺഹോനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി വേറെ എന്ത് പറഞ്ഞാലും അവറ്റകൾ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പോടെയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഡേറ്റിംഗ് ആയെന്നൊക്കെ ചോദിച്ചിട്ട് അവരോരോ ചോദ്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിച്ച് രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു ഓൾഡ് ഏജ് ഹോം സ്പോൺസർ ചെയ്യുന്നത് ഇവരുടെ തന്നെ ക്ലബിന്റെ ഓണർ ആണെന്നും അതുകൊണ്ട് ഇവരെപ്പോഴും ഇവിടേക്ക് വന്നിട്ട് ഓൾഡ് ഏജിലെ ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്ത് പോവാറുണ്ടെന്നും അവർ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തൻ നീ എന്താണ് ഇത്ര നേരമായിട്ടും എന്റെ മുത്തശ്ശിയെ കാണാൻ പോവാഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു ലൈഫിൽ ഇപ്പോഴും അവന്റെ മുത്തശ്ശി കുറച്ചും കൂടി നാളെ ജീവനോടെ ഉണ്ടെന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്റെ കഴിഞ്ഞ ലൈഫിൽ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുള്ള തന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് അവനും അവന്റെ ഒപ്പം ഊൺഹോയും ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവന്റെ ഇപ്പോഴത്തെ കോച്ച് അവന്റെ മുത്തശ്ശിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്ന അവൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മുത്തശ്ശിയെ കണ്ട ആ ഒരു വിഷമത്തിൽ ആകെ ഇമോഷണൽ ആയിട്ട് നേരെ ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവരിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ മുത്തശ്ശിയുടെ ഒപ്പം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ അവന് മുത്തശ്ശിക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നും ഒക്കെ ആ ഒരു മുത്തശ്ശി വളരെ സന്തോഷത്തോടെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇത്രയും വലുതായിട്ടും അവനെ പോലെ ഒരാൾ മുത്തശ്ശിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞതും ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഊൺഹോ അവൻ എത്രമാത്രം സിൻസിയർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് ആലോചിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നിപ്പോ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ തന്നെ ഉണ്ടായിരുന്ന വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പൻ വന്നിട്ട് അവളെ പിടിച്ച് താഴേക്കിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ അവളുടെ സൗണ്ട് കേട്ട് അവിടേക്ക് ഓടിയെത്തുന്ന കങ്ങാകട്ടെ കഷ്ടിച്ച് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു വയസ്സായിട്ടുള്ള മുത്തശ്ശന്റെ മകനും മരുമകളും അവിടേക്ക് എത്തുകയും അവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ തന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായതിൽ അവരാകട്ടെ അവളുടെ അടുത്ത് സോറി ചോദിക്കുകയും ഇത്രയും നാളായിട്ടും ആദ്യമായിട്ടാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു മുത്തശ്ശന്റെ മകനെ കാണുന്ന ഊൺഹോക്ക് പെട്ടെന്ന് എന്തൊരു കാര്യം ഓർമ്മ വരികയും ആ ഒരു മുത്തശ്ശന്റെ പേര് ഹോങ് എന്നാണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോങ് എന്ന് പറയുന്നത് അവളുടെ ഒരു ക്ലൈന്റ് ആയിരുന്നു എന്നുള്ള ആ ഒരു മെമ്മറി ഇപ്പൊ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഫുള്ളും അവൾക്ക് ഈ ഹോങ് ആരാണെന്നും മറ്റുള്ള കാര്യങ്ങൾ അവൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നല്ല സ്മെല്ല് അനുഭവപ്പെടുന്ന അവള് നേരെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കങ്ങാകട്ടെ അവൾക്ക് വേണ്ടി നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത് ആണ് അവൾ കാണുന്നത്. അങ്ങനെ പിന്നീട് രണ്ടുപേരും കൂടി അതിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുകയും പരസ്പരം ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് നല്ല പോലെ തന്നെ സംസാരിച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഉൾഹോടെ മുഖമൊന്ന് വാടുന്ന സമയത്ത് കങ്ങ് അവളുടെ അടുത്ത് കാര്യം തിരക്കുകയും സാധാരണ ഈ ദൈവങ്ങള് മനുഷ്യരുടെ അടുത്ത് വളരെ ക്രൂരന്മാരായിട്ടാണ് പെരുമാറുന്നതെന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും ഞാനതിന് കണ്ടീഷൻഡ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ അവളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവളിപ്പോൾ ചെയ്ത കാര്യങ്ങൾക്ക് പാവം ഒന്നും അറിയാത്ത കങ്ങിനെയും കൂടിയാണ് ദൈവങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതാലോചിച്ച് അവൾ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ടതും ആക്ച്വലി ഈ ലൈഫിൽ വന്ന കാരണം കൊണ്ട് തനിക്കൊരിക്കൽ കൂടി തന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് സാധിച്ചു എന്നും ഈ ലൈഫിൽ താൻ മുത്തശ്ശിയോടൊപ്പം ഒരുപാട് ഹാപ്പി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഊൺഹോ കാരണം കൊണ്ട് കിട്ടിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് താൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ലെന്നും പകരം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ പുതിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അവളുടെ അടുത്തും അത് അങ്ങനെ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതിയെന്നും കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതും അവൻ പറയുന്നുണ്ട്. സോ ഇത് കേൾക്കുമ്പോൾ ഊൺഹോക്ക് ഇത്തിരി സമാധാനമാകുന്നുണ്ടെങ്കിലും ഈ ഹോങ് എന്ന് പറഞ്ഞ ആള് താൻ എന്തിനാണ് ആക്രമിച്ചതെന്ന് അറിയാനായിട്ട് അവൾക്ക് ഇത്തിരി ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല അയാള് തൻ്റെ ഒരു ക്ലയന്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം വന്നിട്ട് ഉണ്ടാവാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ് ഉണ്ടായെന്ന് മനസ്സിലാവാണ്ട് ഇരിക്കുന്ന ഊൺഹോനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനാവാനായിട്ട് ആഗ്രഹിക്കാത്ത നമ്മുടെ ഊൺഹോയ്ക്ക് അവളുടെ മനസ്സിൽ മനുഷ്യൻ്റെതായിട്ടുള്ള ചെറിയ ഇമോഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഏറ്റവും അവസാനം ഇവളെങ്ങാനും ഇനി നമ്മളെ കങ്ങുമായിട്ട് പ്രണയത്തിൽ ആവുമോ?
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പവേഴ്സൊന്നും ഇല്ലാത്ത വെറും ഒരു മനുഷ്യനായിട്ടുള്ള അവൾക്ക് പിന്നീട് ഒരിക്കലും ഒരു 90s ഫോക്സ് ആവാനായിട്ട് സാധിക്കുകയുമില്ല. സോ ഇനി ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിനൊക്കെ ഇടയിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.